മൈ ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കണ്ടിട്ട് കുറേ നാളായി എന്ന് വെച്ചാൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് ഫസ്റ്റ് ഫേസ് എക്സാമിന് മുന്നേ ഞാൻ വീഡിയോ ഇടൽ നിർത്തിയതാണ്. കുറച്ച് നോക്കാമെന്നൊക്കെ വിചാരിച്ചു, പിന്നെ കുറച്ച് ബിസി ആയിപ്പോയി. പിന്നെ അതിന് ശേഷം എനിക്ക് ഫസ്റ്റ് ഫേസ് ആയിരുന്നു എക്സാം ഉണ്ടായിരുന്നത്. അപ്പം എക്സാമൊക്കെ കഴിഞ്ഞ് പിന്നെ അതിൻ്റെ ഹാങ് ഓവർ എനിക്ക് മാറിയിട്ടില്ലായിരുന്നു. 3-4 ദിവസം ഒന്നും ചെയ്തില്ല. പിന്നെ ഇന്ന് ഞാൻ വിചാരിച്ചു വീണ്ടും നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അന്ന് ഞാൻ എക്സാം എഴുതാൻ പോകുന്ന ആ ദിവസത്തെ കുറച്ച് ക്ലിപ്സും പിന്നെ ഇന്നത്തെയും കൂടി ആഡ് ചെയ്തിട്ട് എൻ്റെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്നതിനെക്കുറിച്ചൊക്കെയാണ് ഞാൻ ഇന്ന് ഈ വ്ളോഗിൽ ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും എങ്ങനെ ഉണ്ടായിരുന്നു ഫസ്റ്റ് ഫേസ് എക്സാം എഴുതിയവരുടെയൊക്കെ അവസ്ഥ എന്താണ്? അപ്പം എൻ്റെ അവസ്ഥ വളരെ പരിതാപകരമായിരുന്നു. എന്തായിരുന്നു എന്ന് വെച്ചാൽ എനിക്ക് എക്സാം നല്ല ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. ഫസ്റ്റ് ഫേസ് നിങ്ങൾ എക്സാം എഴുതാത്തവർ അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടു എന്ന് വിചാരിക്കുന്നു. കുറേ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസൊക്കെ ആയിരുന്നു. സ്റ്റേറ്റ്മെൻറ്റിൽ നല്ല ജോഗ്രഫിയിൽ നിന്നൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ടൈറ്റായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പോൾ എനിക്കറിയാത്തത് അറ്റൻഡ് ചെയ്തില്ല. ജോഗ്രഫി ഒന്നും ഞാൻ നോക്കിയിട്ടില്ല, തൊട്ട് നോക്കിയില്ല. അത് വായിച്ചുകൊണ്ടിരുന്ന ടൈം ഒന്നും നല്ലോണം അറിയാവുന്നതുകൊണ്ട് ഞാൻ ആ ഭാഗമൊന്നും തിരിഞ്ഞ് നോക്കിയേയില്ല. പിന്നെ ഇപ്പോൾ ഈ കാണുന്നതെന്ന് വെച്ചാൽ ഈ കാണുന്നതല്ല, രാവിലെ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തേക്കുന്നത്. രാവിലെ ഞാൻ എണീറ്റു, കുറച്ചെന്തോ റിവൈസ് ചെയ്തു. പിന്നെ നല്ല മഴയായിരുന്നല്ലോ, അപ്പം നല്ല മഴയായിരുന്നു. എക്സാം എഴുതാൻ പോകുന്ന ടൈമിലൊക്കെ മഴയുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഒത്തിരി ദൂരമൊന്നും അല്ലായിരുന്നു എൻ്റെ സെൻറ്റർ. ഒരു മണിക്കൂർ വേണ്ട, അതിന് മുന്നേ പോയി വരാമായിരുന്നു. അങ്ങനെ ആ രീതിയിലായിരുന്നു. പിന്നെ എക്സാം സെൻറ്റർ പോണ വീഡിയോയും അവിടെ ചെല്ലുന്ന സ്കൂളിൻ്റെ ഒക്കെ ഇടണമെന്ന് വിചാരിച്ചു. പക്ഷേ തിരിച്ചിറങ്ങിയപ്പോഴാണ് സ്കൂളിൻ്റെ ചെറിയ ക്ലിപ്പ് ഞാൻ ആഡ് ചെയ്തത്. എന്ന് വെച്ചാൽ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഞാൻ ഏകദേശം എപ്പോഴും 1 മണിയാകാനാകുമ്പോഴത്തേക്ക് എത്താറുള്ളൂ. പിന്നെ എന്താണേലും നമുക്ക് 1:15 ആകുമ്പോഴത്തേക്ക് ഹോളിൽ കയറണമല്ലോ. പിന്നെ ഹോള് തപ്പലും നമ്പർ ഏത് ബ്ലോക്കാണ്, കുറേ ബ്ലോക്സ് ഇപ്പോൾ സ്കൂളുകൾക്കൊക്കെ എങ്ങനെയാണല്ലോ, കുറേ ബ്ലോക്സ് ഉണ്ട്. അതൊക്കെ തപ്പി നമ്മുടെ അങ്ങനെയൊക്കെ എടുക്കുന്നതിൻ്റെ ഇടയിൽ അതൊക്കെ തപ്പണതിൻ്റെ ഇടയിൽ ഞാൻ ശരിക്കും വീഡിയോൻ്റെ കാര്യം കഴിഞ്ഞ ഡിവിഷണൽ അക്കൗണ്ടൻ്റ് ഞാൻ എക്സാം ഡേൻ്റെ വീഡിയോ ഇടണമെന്ന് വിചാരിച്ചു. പക്ഷെ ഞാൻ അവിടെ ചെന്ന് ആകെപ്പാടെ മറന്നുപോയി എന്നുള്ള നേരം. പിന്നെ നമുക്ക് മീൻസ് അവിടെ ചെല്ലുമ്പോൾ പരിചയമുള്ള ആരെങ്കിലും ഉണ്ടാവും, അല്ലെങ്കിൽ അവിടെ ചെല്ലുമ്പം ജസ്റ്റ് പരിചയപ്പെടുമല്ലോ. അപ്പോൾ അവരോട് ജസ്റ്റ് എന്തെങ്കിലും വർത്താനം പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും വീഡിയോ തന്നെ പറഞ്ഞു. ഇന്ന് ഞാൻ തിരിച്ചിറങ്ങിയപ്പോൾ എക്സാം ഹോളിൽ ഇങ്ങനെ കുറേയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അയ്യോ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ലല്ലോ എന്നിങ്ങനെ വിചാരിക്കുന്നത്. അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്തു, തിരിച്ചിറങ്ങിയ വീഡിയോസ് എടുത്താൽ പിന്നെ ജസ്റ്റ് ബസ് വരുന്ന ഒക്കെയാണ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ എക്സാമിൻ്റെ ഞാൻ പറഞ്ഞല്ലോ, എക്സാം എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. കട്ട് ഓഫ് കിടക്കുമെന്ന് തോന്നുന്നില്ല. പിന്നെ എന്താ പറയുക, കുറേ നെഗറ്റീവ്സ് വരുത്തി വെച്ച് ഞാൻ എനിക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസും നെഗറ്റീവ് ആയത് എങ്ങനെയാണെന്ന് വെച്ചാൽ 4 സ്റ്റേറ്റ്മെൻറ്റ് ഓപ്ഷൻ ഉണ്ടാവുമല്ലോ, അതിനകത്ത് 2 എലിമിനേറ്റ് ചെയ്ത് കളയാൻ പറ്റുന്നുണ്ട്. പിന്നെ 2 ഭയങ്കര കൺഫ്യൂസ് ആയിരിക്കുകയാണ് ഞാൻ. ഇതിലേതാ ഇതുണ്ടോ അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് എനിക്ക് അങ്ങനെ അറ്റൻഡ് ചെയ്ത് അങ്ങനെ മാർക്ക് പോയി. അവസാനം ഒരു രീതിയിൽ ചെയ്ത് അങ്ങനെ മാർക്ക് പോയിട്ടുണ്ട്. പിന്നെ അറിയാവുന്ന ഒരുവിധമൊക്കെ ഞാൻ നെഗറ്റീവ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അറിയുമെന്ന് തോന്നിയതൊക്കെ തന്നെയാണ് ചെയ്തത്. പക്ഷേ വീട്ടിലെത്തിയപ്പോൾ അതൊന്നും എനിക്ക് അറിയാത്തതായിരുന്നു എന്ന് വീട്ടിലെത്തിയപ്പോഴാണ് മനസ്സിലായത്. പിന്നെ പോയതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് കാര്യമില്ലല്ലോ, അത് കൈവിട്ട് പോയി, നമ്മുടെ കയ്യിൽ നിന്ന് പോയി. ഇനിയിപ്പോൾ വരാൻ പോകുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് പുതിയൊരു തുടക്കമാവാമെന്ന് ഞാൻ വിചാരിച്ച് 5 ദിവസം എടുക്കേണ്ട വന്നു എനിക്ക് അതിൽ നിന്നൊരു റിക്കവർ ആവാൻ വേണ്ടിയിട്ട്. ചെറിയ രീതിയിൽ എന്തൊക്കെ പറഞ്ഞാലും ഓരോ എക്സാം കഴിയുമ്പോൾ ചെറിയ തളർച്ച നമ്മളെ ബാധിക്കും, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ഓരോ പ്രതീക്ഷയോടെയാണല്ലോ ഓരോ എക്സാം എഴുതാൻ പോകുന്നതല്ലേ. അപ്പം ഞാൻ എന്ത് ചെയ്തു, ടേബിൾ തന്നെ ആദ്യം ഒന്ന് ക്ലീൻ ചെയ്ത് തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ കുറേ എൻ്റെ അടുത്ത് NCERT ഒക്കെ ബുക്സ്, ഒറിജിനൽ ബുക്സ് പഴയതിട്ടാണ്, പുതിയത് കിട്ടിയിട്ടില്ല, അതുണ്ടായിരുന്നു. NCERT ഓൾഡ് തന്നെ മതിയല്ലോ. അപ്പം ഞാൻ എന്ത് ചെയ്തു, തൽക്കാലം ഇപ്പം എൻ്റെ അടുത്ത് അതിൻ്റെയൊക്കെ ഗൈഡ് ഉള്ളുണ്ട്, അത് ഒക്കെ എടുത്തൊന്ന് മാറ്റി വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കുറേ റാങ്ക് ഫയലും അതൊക്കെ സൈഡിൽ തന്നെ വെച്ചു. കാരണം ഒത്തിരി ഒന്നും എനിക്ക് എൻ്റെ റൂമിൽ മാറ്റി വെക്കാൻ സ്ഥലങ്ങളില്ല, അല്ലെങ്കിൽ ഞാൻ പുറത്ത് വേറെ റൂമിൽ വെക്കേണ്ടി വരും. അപ്പോൾ അതെനിക്ക് എടുക്കാൻ കുറേയും കൂടി ഈസി നമ്മുടെ റൂമിൽ തന്നെ ഇരിക്കുന്നതായിരിക്കുമല്ലോ. പിന്നെ മക്കളൊക്കെ എടുത്ത് കളിക്കുമല്ലോ എന്ന് ഓർത്ത് ഞാൻ കുറേയൊക്കെ ഇവിടെ തന്നെ വെച്ചു. പെട്ടെന്ന് ഇതൊക്കെ തന്നെ നമ്മൾ നോക്കി പോകുന്നതൊക്കെ തന്നെ ആ ടേബിളിൽ തന്നെ സൈഡിൽ വെച്ചു. ബാക്കിയൊക്കെ എടുത്തിട്ട് മാറ്റി വെച്ചു. പിന്നെ
ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു എക്സാമിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ മോശമായ അവസ്ഥയായിരുന്നു. ഫസ്റ്റ് ഫേസ് എനിക്ക് തോന്നി. പിന്നെ മാത്സൊക്കെ കുറച്ച് എളുപ്പമായിരുന്നു. പിന്നെ ഞാൻ മാത്സ് ഫുൾ കവർ ചെയ്ത് സിലബസ് കംപ്ലീറ്റഡ് അല്ലാത്തതുകൊണ്ട് എനിക്ക് അറിയുന്ന മാത്രമേ ചെയ്തുള്ളൂ. എനിക്ക് ആകെ സന്തോഷം തന്നത് മലയാളമാണ്. കാരണം എനിക്ക് മലയാളത്തിൽ 2 മാർക്കേ എനിക്ക് പോയിട്ടുള്ളൂ, ബാക്കി മാർക്ക് എനിക്ക് കിട്ടി. പിന്നെ ഇംഗ്ലീഷിലും കുഴപ്പമില്ല. മാത്സ് പിന്നെ ഞാൻ കുറച്ചേ ചെയ്തുള്ളൂ. എളുപ്പമുള്ള ക്വസ്റ്റ്യൻസൊക്കെ ആണെങ്കിൽ എനിക്ക് നെഗറ്റീവ് വരുത്താനുള്ള പഠിച്ച് ചെയ്തില്ല. GK പിന്നെ വേറെ രീതിയിൽ അറിയാവുന്നത് ചെയ്തു. പിന്നെ ഓവർ പിന്നെ എന്താ പറയുക, വല്ലാണ്ട് എല്ലാം അറിയാത്ത മൊത്തം ചെയ്ത് ഞാൻ എൻ്റെ മാർക്ക് കളയാൻ ശ്രമിച്ചില്ല. പിന്നെ ഇനിയിപ്പം അതിനെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെട്ടിരുന്നിട്ടും കാര്യമില്ല. അപ്പോൾ എക്സാം എഴുതി മാർക്ക് കുറവുള്ളവരൊന്നും അതൊന്നും ഓർത്ത് ടെൻഷൻ ആവേണ്ട. കാരണം നമ്മുടെ മുന്നിൽ ഇഷ്ടംമാതിരി എക്സാംസ് ഇനിയും വരാനുണ്ട്. അപ്പോൾ ഇനി വരാൻ പോകുന്ന എക്സാംസിന് വേണ്ടിയിട്ട് നല്ലോണം പ്രിപ്പയർ ചെയ്ത്, എനിക്ക് പറ്റിയ തെറ്റെന്ന് വെച്ചാൽ വായിച്ച കാര്യം നല്ലോണം അതൊന്നുകൂടെ മനസ്സിലാക്കി റിവൈസ് ചെയ്യണം. എനിക്ക് റിവിഷൻ്റെ കുറവാണ് ഏറ്റവും തോന്നിയത്. റിവിഷൻ നല്ലോണം റിവൈസ് ചെയ്തായിരുന്നെങ്കിൽ കുറച്ചും കൂടെ സ്കോർ ചെയ്യാൻ പറ്റുമായിരുന്നു എന്ന് അതെപ്പോഴും തോന്നുന്ന പോലെ തോന്നി എനിക്ക്. ഇപ്രാവശ്യം എനിക്ക് അങ്ങനെ തന്നെയാണ് തോന്നി. അപ്പം നല്ലോണം റിവൈസ് ചെയ്ത് അടുത്ത എക്സാമിന് പോകാം നമുക്ക്.